ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 10ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 4 അധ്യായം 3 മുരിങ്ങാമരത്തോപ്പ്. ഈ അധ്യായത്തിൽ നമ്മൾ ഉണ്ണികൃഷ്ണൻ പുതൂറിൻ്റെ അനുഭവങ്ങളുടെ നേർരേഖകൾ എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥയാണ് പരിചയപ്പെടുന്നത്. ഈ അധ്യായത്തിൻ്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കാണാനും ഉത്തരങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക. ഇത് സ്വതവേ അല്പം ദൈർഘ്യമുള്ള ഒരു അധ്യായമായതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് വായിച്ചതിന് ശേഷം വിശകലനം ചെയ്യുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അധ്യായത്തിൻ്റെ മുന്നോടിയായി 2 വരികൾ നൽകിയിട്ടുണ്ട്. നിറഞ്ഞും കവിഞ്ഞും ഒഴുക്കുകൾ നനയ്ക്കുന്ന നാട്ടിടങ്ങൾ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഒരു ഗ്രാമാന്തരീക്ഷമാണ്. നമ്മൾ ഈ അധ്യായത്തിൻ്റെ പല ഭാഗങ്ങളിലായി കാണുന്ന ഒരാശയമാണിത്. നാം ഏത് ദേശത്തു പോയി ജീവിച്ചാലും ഏതൊക്കെ സംസ്കാരങ്ങളുമായി ഇടപഴകിയാലും നമ്മുടെ വേരുകൾ നമ്മുടെ സ്വന്തം ദേശത്തും ഭാഷയിലുമായിരിക്കും ഉറച്ചിരിക്കുക. നമ്മുടെ ഓർമ്മയും ഗൃഹാതുരത്വവും ഒക്കെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടതായിരിക്കും. നാട്, നാട്ടിൻ്റെ ഭാഷ, നാട്ടിലെ പ്രകൃതി ഇതൊക്കെയായി ബന്ധപ്പെട്ടതായിരിക്കും ഏതൊരു മനുഷ്യൻ്റെയും അസ്തിത്വം അഥവാ ഐഡൻറ്റിറ്റി. ഇതിനെക്കുറിച്ച് തന്നെ പ്രസ്താവിക്കുന്ന വരികളാണ് നമ്മളിവിടെ കണ്ടത്. ഇനി അധ്യായം വായിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. മുരിങ്ങാമരത്തോപ്പ്. പൂത്തുലഞ്ഞു നിൽക്കുന്ന പറങ്കിമാവിൻ തോപ്പുകൾ, പൂഴിമണൽ നിറഞ്ഞ വഴിയോരങ്ങളിൽ കായ്ച്ചു നിൽക്കുന്ന മുരിങ്ങാമരങ്ങൾ, പച്ചക്കുണുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമര സുന്ദരികൾ, മണൽപ്പരപ്പിൽ വളർന്നു നിൽക്കുന്ന രാമച്ചക്കാടുകൾ, നാട്ടുമാവുകൾ, പായൽ കുളങ്ങൾ, കൈത്തോടുകൾ, തോടുകൾക്കിരുപുറവും കരവച്ച പൂക്കൈതകൾ, അറ്റക്കഴകൾ. അതൊരു ദ്വീപായിരുന്നു. 3 ഭാഗത്തും പുഴ, പടിഞ്ഞാറ് കടൽ. ഇടിഞ്ഞു പൊളിഞ്ഞ ടിപ്പു സുൽത്താന്റെ പഴയ കോട്ട സമുദ്രത്തിന്റെ കയ്യേറ്റത്തിൽ തകർന്നിരിക്കുന്നു. തെല്ലുമാറി സേട്ടിന്റെ ബംഗ്ലാവ്. ദേശത്തെ നാടുവാഴിയുടെ കടമെന്ന ലേലത്തിൽ വെച്ച 8 കെട്ട്. പുഴയിലൂടെ കെട്ടുവള്ളങ്ങളും പായത്തോണികളും തെക്കോട്ട് ഒഴുകിപ്പോകുന്നത് കാണാമായിരുന്നു. മത്സ്യം വാരിക്കൂട്ടുന്നതിനായി മുങ്ങാങ്കുഴിയിടുന്ന ചീനവലകൾക്കു മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ. ധാരാളം വെള്ളക്കൊക്കുകളും പുഴക്കരയിലെ വൃക്ഷങ്ങൾക്ക് മുകളിൽ ചേക്കേറിയിരുന്നു. പിതാവിന്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ നരേന്ദ്രന്റെ ഉള്ളിൽ പതിഞ്ഞുകിടന്നു. തന്റെ പിതാവിനെക്കുറിച്ചുള്ള ഊഷ്മള സ്മരണകൾ അവനിൽ നിറഞ്ഞു വിതുമ്പി. നീപ്പാളിയായ നരേന്ദ്രന്റെ അമ്മ ഒരു കവിയത്രിയായിരുന്നു. അവന് അച്ഛനെ നേരിട്ടു കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. 23 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു താൻ ജനിച്ചിട്ട്. ഇനിയും അച്ഛനെ നേരിട്ടു കാണാൻ സാധിച്ചിട്ടില്ല. കണ്ടെത്താൻ ശ്രമിക്കുന്നു. അന്വേഷണം തുടരുകയാണ്. നീപ്പാളിയായ ഗൂർഖ വാച്ച്മാൻ നരേന്ദ്രൻ സ്വന്തം നിലനിൽപ്പിനായി യാത്ര തുടങ്ങിയതാണ്. സ്വന്തം ജന്മദേശത്തു നിന്നും ആരംഭിച്ച ആ യാത്രയിൽ പല സ്ഥലങ്ങളും കണ്ടു. നഗരങ്ങളും നാട്ടിൻപുറങ്ങളും. നിരവധി സമ്പന്നന്മാരുടെ ഇരുമ്പു ഗേറ്റുകൾക്ക് മുന്നിൽ പാറാവു നിന്നു. ഒട്ടേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ഇവിടെയും ഇതുവരെ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. പല കാരണങ്ങളുമുണ്ട്. മനസ്സ് എപ്പോഴും ഏതോ ഒരു അന്വേഷണത്തിൽ മുഴുകുന്നു. ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്കുള്ള പ്രയാണം അവിസ്മരണീയമാണ്. കേരളത്തിൽ എത്തിപ്പെടുക നരേന്ദ്രന്റെ ലക്ഷ്യമായിരുന്നു. കേരളത്തിൽ എവിടെയോ ഒരു ഭാഗത്ത് കിടക്കുന്ന അച്ഛൻ്റെ ജന്മനാട്, ഏതോ ഒരു ദ്വീപ്. ആ ദ്വീപിൽ ചെന്ന് തനിക്ക് ജന്മം നൽകിയവനെ കണ്ടുപിടിക്കണം. എന്നാലേ സ്വസ്ഥത ലഭിക്കൂ. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. മണപ്പുറത്തെ ഒരു ഗ്രാമത്തിലെ പഞ്ചായത്തിൽ താനൊരു ഗൂർഖ വാച്ച്മാനായി നിയോഗിക്കപ്പെടുമെന്ന്. വിധി കാട്ടിത്തന്ന വഴിയാകാം ഒരു വേള തൻ്റെ പെറ്റമ്മയുടെ സന്മനസ്. ചേറ്റുവ മണപ്പുറം. ആ നാമം മാത്രം അവൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ തറച്ചു നിന്നിരുന്നു. അങ്ങനെയൊരു സ്ഥലം ഈ ഭൂമുഖത്തുണ്ടോ? ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ അമ്മ അത്രയും വിസ്തരിച്ച ചെകിട്ടിൽ ഓടിത്തരുമായിരുന്നില്ലല്ലോ. അമ്മ ബോധ്യപ്പെടുത്തുകയായിരുന്നു. പറയുന്ന കാര്യം പൂർണ്ണമായും വിശ്വസിക്കാൻ. തൻ്റെ പിതാവിൻ്റെ ജന്മനാടിൻ്റെ സവിശേഷതകൾ, ആ നാട്ടിൻപുറത്തിൻ്റെ വിശുദ്ധി, ആ മണ്ണിൽ കാണുന്ന എന്തിനും അതിൻ്റേതായൊരു പ്രത്യേകതയുണ്ട് പോലും. അമ്മ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരു നാടിനെപ്പറ്റി ഇത്രയും വിസ്തരിച്ച് പറയുന്നത് എന്തിന്? നരേന്ദ്രന് ഒന്നിലും വിശ്വാസം തോന്നിയിരുന്നില്ല. അമ്മ എന്തോ കെട്ടുകഥ മെനഞ്ഞുണ്ടാക്കുന്നു. എന്നാൽ അവന് ഒരു കാര്യത്തിൽ അമ്മയോട് അതൃപ്തിയില്ലായിരുന്നു. ഏതോ ഒരു മനുഷ്യൻ എവിടെയോ അവൻ്റെ അച്ഛനായി ജീവിച്ചിരിപ്പുണ്ട്. ഏക തെളിവ് അച്ഛനും അമ്മയും കൂടി ഏതോ ഒരു പൂന്തോട്ടത്തിൽ വെച്ചെടുത്ത ഫോട്ടോ. ആ ഫോട്ടോ മാത്രമാണ് തനിക്കൊരച്ഛനുണ്ടെന്ന സത്യം വെളിപ്പെടുത്തിയത്. ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. ഒരു വേള ഉണ്ടായിരിക്കാം. ചിലപ്പോൾ മണ്ണടിഞ്ഞിട്ടുണ്ടാകാം. രണ്ടായാലും ഫലം ഒന്ന് തന്നെ.
നേപ്പാളിലെ സോട്ടിയ ജില്ലക്കാരിയായ അമ്മ പട്ടാളക്കാരനായ പഴനിക്കാട് ശിവശങ്കരൻ നായർ കണ്ടുമുട്ടിയത് തികച്ചും യാദൃച്ഛികമായിരുന്നുവോ? സുബേദാർ KPS നായർ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന പട്ടാളക്കാരനും നേപ്പാളിലെ ഒരു കുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന കമ്പിളിയുടുപ്പുകൾ തുന്നി ഉപജീവനം കഴിച്ചിരുന്ന നേപ്പാളി യുവതി ഉഷാകുമാരിയും തമ്മിൽ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? നേപ്പാളിലെ ഖാട്മണ്ഡുവിലുള്ള പട്ടാള ബാരക്കിൽ വെച്ചാണോ? അതോ ഏതെങ്കിലും ഉദ്യാനത്തിലോ മലഞ്ചെരിവിലോ ഗ്രാമവീഥിയിലോ? 5 വയസ്സ് മുതൽക്കേ അച്ഛനെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. താൻ ജനിച്ചതു മുതൽക്കേ അമ്മ ദുഃഖിതയാണെന്നറിയാൻ കഴിഞ്ഞു. ഏതോ ഒരു സുഖവാസ കേന്ദ്രത്തിൽ വെച്ചെടുത്ത ആ പഴയ ഫോട്ടോ നരേന്ദ്രൻ ഇടയ്ക്കിടെ എടുത്തു നോക്കാറുണ്ട്. അമ്മ ആഹ്ലാദവതിയായിരുന്നുവെന്ന് ആ ഫോട്ടോവിൽ നിന്ന് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. അച്ഛൻ ഗൗരവക്കാരനും. എന്നാൽ അച്ഛന് പട്ടാളക്കാരന്റെ പതിവ് മീശയുണ്ടായിരുന്നില്ല. ക്ലീൻ ഷേവ് ചെയ്ത മുഖത്ത് പൗരുഷം മുറ്റി നിന്നിരുന്നു. പൂച്ചക്കണ്ണുകൾ, പുരികക്കൊടി അന്യോന്യം കൂട്ടിമുട്ടിയിരുന്നു. മൂക്ക് ഉരുണ്ട് കട്ടി കൂടിയിരുന്നു. കട്ടമൂക്കനും നീല കണ്ണുള്ളവനുമായിരുന്ന ഒരാചാന ബാഹു. അമ്മ ഉയരം കുറഞ്ഞവളായിരുന്നു. അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചെടുത്തിട്ടുള്ള ഫോട്ടോ നരേന്ദ്രൻ ഒരു നിധി പോലെ സൂക്ഷിച്ചു. പോകുന്നിടത്തൊക്കെ കൊണ്ടു നടന്നു. തനിക്ക് അമ്മ വഴി ലഭിച്ച തകരപ്പെട്ടിയിൽ അതൊരു നിക്ഷേപമായി കിടന്നു. കാലമേറെ ചെന്നിട്ടും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത കഥാപാത്രങ്ങൾ അച്ഛനും അമ്മയും തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നവൻ വിശ്വസിച്ചു. അച്ഛനോട് തെല്ല് വെറുപ്പും അമ്മയോട് അളവറ്റ വാത്സല്യവുമായിരുന്നു. എവിടെ തൊഴിൽ തേടി അലയുമ്പോഴും നരേന്ദ്രൻ അവൻ്റെ അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുമായിരുന്നു. അവൻ തൻ്റെ ദീർഘയാത്രയ്ക്കിടയിലും അമ്മയെപ്പറ്റി ഓർക്കാറുണ്ട്. സാധുവായ തൻ്റെ അമ്മയെ പറഞ്ഞു പറ്റിച്ച് ഒരക്ഷരം ഉരിയാടാതെ ഒളിച്ചോടിപ്പോയ മുട്ടാളനായ ആ പട്ടാളക്കാരനെ എന്തെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് കാണാതിരിക്കേയില്ല എന്ന വിശ്വാസം നരേന്ദ്രനിൽ വളർന്നുകൊണ്ടിരുന്നു. അമ്മ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ട്രാൻസ്ഫർ വാങ്ങി എവിടേക്കോ സ്ഥലം മാറിപ്പോയ ഭീരു. സുബേദാർ KPS നായർ. താൻ അറിയാതെ പല്ലുറുമ്മി പോകാറുണ്ട്. KPS നായരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെങ്കിലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ നരേന്ദ്രൻ ഒരുക്കമായിരുന്നില്ല. തനിക്ക് പിതൃത്വം നൽകിയ ആ മനുഷ്യൻ ഒരു വലിയ ആൾമാറാട്ടക്കാരനാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ മേൽവിലാസം കിട്ടിയാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. തനിക്കിപ്പോൾ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവുണ്ട്. ഗൂർഖ വാച്ച്മാൻ ആണെങ്കിലും കഷ്ടിച്ച് ജീവിക്കാനുള്ള വക കിട്ടുന്നുണ്ട്. ആ മനുഷ്യനെ എന്നെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ തൻ്റെ അമ്മ അനുഭവിച്ച യാതനകളെപ്പറ്റി ഓർമ്മപ്പെടുത്തണം. എഴുത്തും വായനയും കഷ്ടിച്ച് മനസ്സിലാക്കിയതോടെ ജനിച്ച ഗ്രാമത്തിൽ നിന്നും ഇറങ്ങിപ്പുറപ്പെട്ടതാണ്. വിശാലമായ ഈ ലോകത്തിന്റെ ഏതു മൂലയിൽ നിന്നാണ് തനിക്ക് അഭയം ലഭിക്കുക? തൻ്റെ സർവസ്വവുമായിരുന്ന അമ്മയെ മറവു ചെയ്ത ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ നരേന്ദ്രന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ചളിമണ്ണുകൊണ്ട് നിർമ്മിച്ച ശവക്കൂനയിൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നൽപ്പാമരത്തിൻ്റെയും പാരിജാതത്തിൻ്റെയും ഇലകൾ കൂട്ടിക്കിട്ടിയുള്ള കമ്പുകൾ ഒടിച്ചു കുത്തിയപ്പോൾ തനിക്ക് അവസാനമായി ചെയ്യാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുവെന്ന കൃതാർത്ഥത അനുഭവപ്പെട്ടു. വരും കാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. തൻ്റെ പ്രിയങ്കരനായ കാമുകൻ തന്നെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കി സംരക്ഷിക്കുമെന്ന വിശ്വാസക്കാരിയായിരുന്നു അമ്മ. ശുദ്ധഗതിക്കാരി. കഷ്ടിച്ച ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ആത്മബന്ധത്തിന്റെ നിറപ്പകിട്ടാർന്ന ദിനങ്ങളുടെ മാധുര്യവും സ്മരണയും അമ്മയുടെ കവിളിൽ കണ്ണീരായി ഒട്ടിനിന്നു. എന്തുകൊണ്ടാണ് അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയതെന്ന നരേന്ദ്രന്റെ ചോദ്യത്തിന് അമ്മയ്ക്ക് വ്യക്തമായ ഉത്തരമില്ലായിരുന്നു. അവർ പലപ്പോഴും മൗനിയും നിർവികാരിയുമായി. അച്ഛൻ തന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഏതോ ഒരു അജ്ഞാതശാപത്താൽ മറക്കാനിടയായതാണെന്നും ധരിപ്പിക്കാൻ ചിലപ്പോൾ ശ്രമിച്ചിരുന്നു. അച്ഛൻ്റെ വരവ് പ്രതീക്ഷിച്ച് നരേന്ദ്രൻ അനേക നാളുകൾ തള്ളി നീക്കി. ഒടുവിൽ അവന് അമ്മയുടെ വാക്കുകളിൽ വിശ്വാസമില്ലാതായി. ട്രക്കുകളിലും ജീപ്പുകളിലും കുത്തിനിറച്ച പട്ടാളക്കാരെ കയറ്റിയ വണ്ടികൾ നിരത്തിലൂടെ പാഞ്ഞു പോകുമ്പോൾ നരേന്ദ്രൻ നോക്കി നിൽക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ തൻ്റെ അച്ഛനും ഉണ്ടായിരിക്കാമെന്നവൻ കരുതിയിട്ടുണ്ടാവാം. ഒരു നാൾ തന്നെയും അമ്മയെയും ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയിക്കൂടായികയില്ല. അവൻ ആശ്വാസം കൊണ്ടു. അച്ഛൻ്റെ രൂപം ഇപ്പോൾ മാറിയിട്ടുണ്ടാകുമോ? തൻ്റെ അച്ഛൻ്റെ നിറം വെളുപ്പുകലർന്ന ചുവപ്പാണെന്ന് അമ്മ പറയാറുണ്ടായിരുന്നു. കറുകറുത്ത ചുരുണ്ട മുടി, തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ. കടുകിൻ്റെ ചെടിയുടെ മഞ്ഞപ്പൂക്കളും കുടകപ്പാലയുടെ വെളുത്ത പൂങ്കുലകളും മലങ്കാറ്റിന് സുഗന്ധമേകി. നേപ്പാളിലെ വിശുദ്ധ നദിയായ ഖണ്ഡകയിലെ സ്ഫടികക്കല്ലുകൾ പലതും ഋതുഭേദങ്ങൾക്കൊത്ത് സാളഗ്രാമങ്ങളായി രൂപാന്തരപ്പെട്ടു. കൃഷ്ണശിലകൾ നദീപ്രവാഹത്തിൽ അലിഞ്ഞ് ധാതുക്കളായി മാറി. കാലം കുഴിച്ചിട്ട ഇലകൾ മണ്ണിനെ ഉർവരയാക്കി. ഭൂർജപത്രങ്ങൾ പെറുക്കിയെടുത്ത് കെട്ടുകളാക്കി തലച്ചുമടേറ്റി ബദരിയിലും കേദാർനാഥിലും സന്ദർശനം നടത്തുന്ന തീർത്ഥാടകർക്ക് വിറ്റ് കാശാക്കി രോഗിണിയും ദുഃഖിതയുമായ പെറ്റമ്മയെ പോറ്റാൻ വേണ്ടി പാടുപെട്ട നാളുകൾ. മഞ്ഞും മഴയും വെയിലും വകവയ്ക്കാതെയുള്ള മലഞ്ചെരിവിലൂടെയുള്ള ഏകാന്തയാത്ര.
നരേന്ദ്രന്റെ കണ്ണുകൾ ഈറനായി. തന്റെ പിതാവെന്ന് പറയുന്ന മനുഷ്യൻ ഒട്ടും തന്നെ മനസാക്ഷിയില്ലാത്തവനായിരുന്നു എന്ന തിരിച്ചറിവ് കാലം ചെല്ലുംതോറും നരേന്ദ്രനിൽ വൈരാഗ്യവും വെറുപ്പും സൃഷ്ടിച്ചു. കണ്ടെത്തുന്നതുവരെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഒരിക്കലവൻ ബുദ്ധഗയ സന്ദർശിച്ചു. തഥാഗതന്റെ സന്നിധാനത്തിൽ ധ്യാനനിമഗ്നനായിരുന്നു. സുത്തങ്ങൾ സങ്കീർത്തനങ്ങളായി ആലപിക്കുന്ന ഭജനകളിൽ പങ്കെടുത്തു. ബുദ്ധവിഹാരം സന്ദർശിക്കുന്നവർക്ക് പുരോഹിതൻ ചിട്ടപ്പടി വെച്ചു പോരുന്ന നാൾവഴി പുസ്തകത്തിന്റെ ഏടുകളിൽ നിന്ന് പരതിയെടുത്തു കൊടുക്കുന്ന ബോധ്യവൃക്ഷത്തിന്റെ ഉണങ്ങിയ ഇലകളിലൊന്ന് നരേന്ദ്രനും ലഭിച്ചു. ലാമയിൽ നിന്നും ഭക്ത്യാദര പുരസരം അവനത് ഏറ്റുവാങ്ങി. കണ്ണിൽ സ്പർശിച്ചു. പ്രധാന പുരോഹിതൻ നാവൂറ് പാടി. ഫലം പറഞ്ഞു. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടെത്താതെയിരിക്കില്ല. അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. അന്വേഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രമം ഉപേക്ഷിക്കരുത്. നരേന്ദ്രന് ബുദ്ധസന്യാസിയുടെ വാക്കുകൾ ദൈവത്തിന്റെ വചനമാണെന്ന് തോന്നിപ്പോയി. കുറിയ കണ്ണുകൾ മിഴിച്ച് മുണ്ടിതശിരസ്കനായ സന്യാസിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ബുദ്ധസന്യാസിയുടെ ചുണ്ടുകൾ ആമന്ത്രിച്ചു. വിശദീകരണം എന്ന പോലെ. അന്വേഷിച്ചാലേ കണ്ടെത്തൂ. കണ്ടെത്തുന്ന നിമിഷം ആനന്ദാനുഭൂതി കൈവരുന്നു. അതാണ് മോക്ഷം. മുഴുവനും മനസ്സിലായില്ല. എങ്കിലും ചില വാക്കുകളിൽ സത്യത്തിന്റെ സ്ഫുരണങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിച്ചു. സത്യങ്ങൾ ഭാഗികങ്ങളാണ് മകനെ. പൂർണ്ണമായിട്ടൊന്നുമില്ല. പൂർണ്ണത കൈവരിക്കുന്നതാണ് സത്യം. ബോധിസത്വൻ സത്യം കണ്ടെത്തിയവനാണ്. അന്വേഷിച്ചു പോയപ്പോഴാണ് സത്യം കണ്ടെത്തിയത്. കുട്ടി, നിനക്കും സത്യം കണ്ടെത്താനാകും. തഥാഗതൻ എന്തെങ്കിലും മാർഗനിർദ്ദേശം തരാതിരിക്കില്ല. നരേന്ദ്രന്റെ പൊള്ളുന്ന മനസ്സിന്റെ ഉള്ളറയിൽ തെല്ലുനേരം സാന്ത്വനത്തിന്റെ കുളിർക്കാറ്റ് വീശിയോ. മിനി ഗൾഫായ മണപ്പുറത്തെ പുതുതായി രൂപം കൊണ്ട ഒരു കൊച്ചു ഗ്രാമത്തിൽ നരേന്ദ്രൻ എത്തിപ്പെട്ടത് തികച്ചും യാദൃച്ഛികമായിട്ടായിരുന്നു. ഒരു ഗൂർഖ വാച്ച്മാന്റെ ആവശ്യം കാണിച്ചുകൊണ്ടുള്ള അറിയിപ്പിനെ തുടർന്നാണ് ജോലിക്ക് അപേക്ഷിച്ചത്. നാട്ടിൽ രാത്രി സമയങ്ങളിൽ കളവുകൾ നടക്കുന്നു. സാമൂഹ്യദ്രോഹികൾ പച്ചപ്പകൽ പോലും സ്ത്രീകളെ അപമാനിക്കാൻ മുതിരുന്നു. അതുകൊണ്ട് ഗ്രാമത്തിന്റെ സുരക്ഷിതത്വത്തിനായി വന്ന പുതിയ കാവലാളാണ് നരേന്ദ്രൻ. പല വീടുകളിലും നരേന്ദ്രൻ കയറിയിറങ്ങി. രാത്രി ഡ്യൂട്ടി. തെരുവുകളിൽ വലിയ ടോർച്ച് ലൈറ്റുമായി റോന്തു ചുറ്റി. അവനെ ആ ഗ്രാമവാസികൾ എന്തുകൊണ്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടു. വിനയത്തോടെയുള്ള പെരുമാറ്റം, ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പ്രവൃത്തി, മിടുക്കൻ, സത്യസന്ധൻ. ഗ്രാമീണർ അവനെ പുകഴ്ത്താൻ മറന്നില്ല. നരേന്ദ്രൻ പഞ്ചായത്തിലെ വാർഡ് നമ്പർ 9 255 വീട് നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കാനിടയായി. അവിടുത്തെ ഗൃഹനാഥനുമായി എന്തോ പൂർവ്വബന്ധമുള്ളതുപോലെ. ആരും തരാത്ത മാസവരി കിട്ടുന്ന ഒരേയൊരു വീട്. വീട്ടുചുമരിൽ ഘടിപ്പിച്ച കോളിംഗ് ബെല്ലിൽ ബലമായി വിരലമർത്തി. പതിവില്ലാത്ത മുഴക്കത്തിൽ തുടർച്ചയായി ബെല്ലടി കേട്ടപ്പോൾ വീട്ടമ്മ വാതിൽ തുറന്നു. ഗൂർഖ വാച്ച്മാൻ നരേന്ദ്രനാണ്. മാസവരിക്ക് വേണ്ടി നേരത്തെ വന്നതാവും. ജന്മനാട്ടിൽ പോകുവാൻ ഉദ്ദേശിക്കുന്നുണ്ടാവണം. പുറത്തേക്ക് വന്നത് ഗൃഹനാഥനായിരുന്നു. നരേന്ദ്രൻ ആ മനുഷ്യനെ നാളിതുവരെ കാണാത്ത മട്ടിൽ തുറച്ചു നോക്കി. ആളെ പിടികിട്ടി. എന്തു പറയണമെന്നറിയാതെ തരിച്ചു. തെല്ലിട കിതച്ചു. വയസ്സനായ ആ റിട്ടയർഡ് സുബേദാർ സാഹിബിനെ ഭവ്യമായി സലാം ചെയ്തുകൊണ്ടവൻ പടിയിറങ്ങി. വിയർപ്പിൽ കുളിച്ച നരേന്ദ്രൻ നീണ്ടുകിടക്കുന്ന മണൽപാതയിൽ ചെന്നു കയറി. വീണ്ടും വലിഞ്ഞു നടന്നു. ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചേരാൻ സമയം വൈകിയിരിക്കുന്നു. ഇരുൾമൂടിയ സന്ധ്യ മുരിങ്ങാമരത്തോപ്പുകളെയും പുന്നമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥനാക്കി. അനുഭവങ്ങളുടെ നേർരേഖകൾ. ഉണ്ണികൃഷ്ണൻ പുതൂർ. നമുക്കിനി ഈ അധ്യായത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കാം. ഇതൊരു ചെറുകഥയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ചെറുകഥ എന്ന് പറയുന്നത് വളരെയധികം ഏകാഗ്രത വേണ്ടുന്ന ഒരു സാഹിത്യ രൂപമാണ്. ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ചെറിയ ഒരു സംഭവത്തെയോ അല്ലെങ്കിൽ ഒരു അനുഭവത്തെയോ കുറിച്ച് മാത്രം പറയുന്ന ചെറിയ ഒരു കഥാരൂപത്തെയാണ് ചെറുകഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഈ ചെറുകഥയ്ക്കകത്തെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഗൂർഖ വാച്ച്മാൻ ആയിട്ടുള്ള നരേന്ദ്രൻ, പിന്നെ നരേന്ദ്രന്റെ അമ്മ നേപ്പാളിയാണെന്ന് പറയുന്നുണ്ട്. നേപ്പാളിലെ സോട്ടിയ ജില്ലക്കാരിയാണ് അമ്മ എന്ന് പറയുന്നു. അച്ഛനാണെങ്കിൽ മലയാളിയായ ഒരു പട്ടാളക്കാരനാണ്, ശിവശങ്കരൻ നായർ, പഴനിക്കാട് സ്വദേശിയാണെന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് എന്ന് നരേന്ദ്രന് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും അവർ കണ്ടുമുട്ടുകയും അടുക്കുകയും ചെയ്തു. കുറച്ചുനാൾ അവരൊന്നിച്ച് ജീവിക്കുകയും ചെയ്തു. ഒടുവിൽ നരേന്ദ്രനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് അമ്മയെ വിട്ടിട്ട് അച്ഛൻ മടങ്ങിപ്പോകുന്നത്, നാട്ടിലേക്ക് പോകുന്നത്. അയാൾ എവിടേക്ക് പോയി എന്ന് കൃത്യമായി അമ്മയ്ക്കും വലിയ ധാരണയൊന്നുമില്ല. അയാൾ എന്തുകൊണ്ട് മടങ്ങി വന്നില്ല എന്നും അമ്മയ്ക്ക് അറിയില്ല. പക്ഷെ അമ്മ അയാളെ സംശയിക്കുന്നു, അല്ലെങ്കിൽ അയാളോട് വിരോധമൊന്നും വെച്ചു പുലർത്തുകയോ മറ്റോ ചെയ്യുന്നുമില്ല. അമ്മ കരുതിയിരിക്കുന്നത് ശകുന്തളയും ദുഷ്യന്തനും തമ്മിൽ ഏതോ ഒരു ശാപം കാരണം അകന്നിട്ടുണ്ടല്ലോ, അതുപോലെ
ആരുടെയെങ്കിലും ശാപം കാരണം അദ്ദേഹം എന്നെ മറന്നു പോയിരിക്കാം. അതായത് ഈ ശിവശങ്കരൻ നായർ അമ്മയെ മറന്നു പോയതായിരിക്കാം, അച്ഛൻ മറന്നു പോയതായിരിക്കാം, അല്ലാതെ അമ്മയെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന വിശ്വാസക്കാരിയായിരുന്നു അമ്മ. ഒരുപാട് കാലം അമ്മ അച്ഛനു വേണ്ടി കാത്തിരുന്നു. അതുപോലെ അച്ഛൻ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷ അവർ നരേന്ദ്രന് പകർന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഒരിക്കലും അയാൾ മടങ്ങി വന്നില്ല. കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോൾ നരേന്ദ്രന് ഒരു കാര്യം മനസ്സിലായി. അച്ഛൻ അമ്മയെ പറ്റിച്ച് കടന്നു കളഞ്ഞതാണ്, അയാൾ ഇനി മടങ്ങി വരില്ല എന്ന്. അപ്പോഴേക്കും അമ്മ രോഗമൊക്കെ പിടിപെട്ട് രോഗിണിയായി കഴിഞ്ഞിരുന്നു. രോഗിണി എന്ന് പറഞ്ഞാൽ അസുഖം ബാധിച്ച സ്ത്രീ എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ അമ്മ രോഗിണിയായി കഴിഞ്ഞിരുന്നു. നരേന്ദ്രൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നോക്കുന്നതിന് വേണ്ടിയിട്ട്, അമ്മയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ജോലികളും മറ്റും ചെയ്തിരുന്നു. പറയുന്നുണ്ട്, ചെറിയ ഇലകളൊക്കെ പെറുക്കി വിറ്റും, പിന്നെ ഭൂർജപത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഇലയാണ്. ഈ ഇലകളൊക്കെ വിശുദ്ധ സ്വഭാവമുള്ളവയാണ്. അതായത് തീർത്ഥാടനത്തിന് മറ്റും പോകുന്ന മനുഷ്യർക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഇലയാണത്. അപ്പോൾ അതൊക്കെ പെറുക്കി വിറ്റ് വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയെ ശുശ്രൂഷിച്ചാണ് നരേന്ദ്രൻ ജീവിച്ചു വന്നത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചുപോയി. ഒടുവിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന, അല്ലെങ്കിൽ അച്ഛൻ ആരാണ് എന്ന് നരേന്ദ്രനെ ഓർമ്മിപ്പിക്കുന്ന ഒരേ ഒരു തെളിവ് മാത്രം അവിടെ അവശേഷിച്ചു. അത് അമ്മയും അച്ഛനും കൂടി ഏതോ ഒരു സുഖവാസ കേന്ദ്രത്തിൽ വെച്ച് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ പേരറിയാം, മലയാളിയാണെന്നറിയാം, പിന്നെ നാടിനെ കുറിച്ച് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള ചില വിശേഷങ്ങളൊക്കെ അറിയാം. ഇതൊക്കെ വെച്ചുകൊണ്ട് അമ്മയുടെ മരണശേഷം നരേന്ദ്രൻ അച്ഛനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ്. അപ്പോൾ വരുന്ന വഴികളിലൊക്കെ നരേന്ദ്രന് ചെറിയ ചെറിയ ജോലികളൊക്കെ കിട്ടുന്നുണ്ട്. ഗൂർഖ വാച്ച്മാനായിട്ടും മറ്റുമൊക്കെ ജോലി കിട്ടുന്നുണ്ട്. ആ ജോലികളൊക്കെ ചെയ്ത് ഉപജീവനം കഴിച്ച് അതിനിടയിൽ അച്ഛൻ്റെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണവും തുടരുകയാണ് നരേന്ദ്രൻ. അപ്പോൾ ഇങ്ങനെ അന്വേഷിക്കാനുള്ള ആത്മവിശ്വാസം നരേന്ദ്രന് കൊടുത്തത് ലാമയാണ്. ലാമ എന്ന് പറഞ്ഞാൽ ബുദ്ധ സന്യാസിയാണ്. അപ്പോൾ നേപ്പാളിയായിട്ടുള്ള അമ്മയുടെ മകനാണ് നരേന്ദ്രൻ എന്ന് പറഞ്ഞു. അവിടെ ബുദ്ധമതവും ബുദ്ധമതത്തിൻ്റെ തത്വങ്ങളും മറ്റുമാണ് ആ രാജ്യത്ത് പ്രചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ബുദ്ധമതവും അതിൻ്റെ ആചാരങ്ങളും പിന്തുടരുന്നവരാണ് എന്ന് മനസ്സിലാക്കുക. ബുദ്ധമത സന്യാസികളെ വിളിക്കുന്ന പേരാണ് ലാമ. അപ്പോൾ ബുദ്ധവിഹാരത്തിൽ പ്രാർത്ഥിക്കാനായി ചെന്ന നരേന്ദ്രനോട് അന്വേഷണത്തിന്റെ അവസാനത്തിൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കും എന്ന ആത്മവിശ്വാസം പകർന്നു കൊടുത്ത് ലാമ അനുഗ്രഹിച്ച് യാത്രയാക്കുന്നു. അങ്ങനെ ഒരുപാട് കാലം അലഞ്ഞു തിരിഞ്ഞ് അമ്മ പറഞ്ഞു കൊടുത്ത അച്ഛൻ്റെതെന്ന് കരുതപ്പെടുന്ന കേരളത്തിലെ ആ പ്രദേശത്തേക്ക്, സ്വദേശത്തേക്ക് എത്തിച്ചേരുകയാണ് നരേന്ദ്രൻ. അവിടെയും അയാൾക്ക് ഗൂർഖ വാച്ച്മാനായിട്ട് ജോലി കിട്ടുന്നു, എല്ലാവരുടെയും പ്രിയങ്കരനാകുന്നു. അപ്പോഴാണ് നരേന്ദ്രൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു വീട്ടിലെ ഗൃഹനാഥന് മാത്രം അദ്ദേഹത്തോട് ഒരു അടുപ്പ കൂടുതലുള്ളതായിട്ട് തോന്നുന്നു. അങ്ങനെ നരേന്ദ്രൻ അയാളെ ശ്രദ്ധിക്കുകയാണ്. നരേന്ദ്രന്റെ ഉള്ളിൽ ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നു. അയാൾ ആ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ച് പുറത്തിറങ്ങുന്ന മനുഷ്യനെ കുറച്ച് നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുകയാണ്. റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു റിട്ടയർഡ് സുബേദാറായിരുന്നു ആ വീടിന്റെ ഗൃഹനാഥൻ. അയാളെ കുറച്ച് സമയം നോക്കി നിന്നപ്പോൾ തന്നെ നരേന്ദ്രന് ആളെ പിടികിട്ടുന്നുണ്ട്. ആരാണ് അത്? അമ്മയെയും നരേന്ദ്രനെയും ഉപേക്ഷിച്ച് പണ്ടെങ്ങോ കടന്നു കളഞ്ഞ അച്ഛൻ ശിവശങ്കരൻ നായരാണ് എന്നുള്ള കാര്യം നരേന്ദ്രൻ അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ഈ ശിവശങ്കരൻ നായർ വിവാഹമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുകയാണ്. അയാൾ നരേന്ദ്രന്റെ അമ്മയെയും നരേന്ദ്രനെയും ഒക്കെ തീർത്തും മറന്നു കഴിഞ്ഞിരിക്കുന്നു. അയാളുടെ ജീവിതത്തിന്റെ ഭാഗമേ അല്ല അവർ രണ്ടുപേരും. പക്ഷേ നരേന്ദ്രന്റെ പാവം അമ്മയാകട്ടെ മരിക്കുന്നത് വരെയും ഈ മനുഷ്യൻ, അതായത് ശിവശങ്കരൻ നായർ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലൂടെ അമ്മ വഞ്ചിക്കപ്പെടുകയായിരുന്നു. നരേന്ദ്രനിലേക്ക് അച്ഛൻ എന്തെങ്കിലും മടങ്ങി വരുമെന്നുള്ള വിശ്വാസം കൊടുത്തുകൊണ്ട് നരേന്ദ്രനും ആ വഞ്ചനയുടെ ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നരേന്ദ്രനെയും അമ്മയെയും പറ്റിച്ച് അവിടെ നിന്ന് കടന്നു കളഞ്ഞ അയാൾ കുടുംബമായി സന്തോഷത്തോടുകൂടി സ്വസ്ഥമായ ജീവിതം നയിക്കുന്നു. അങ്ങനെയുള്ള ആ മനുഷ്യനോട്, അയാൾക്ക് മറ്റൊരു കുടുംബമുണ്ടല്ലോ, അങ്ങനെയുള്ള അയാളോട് യാതൊരു തെളിവുമില്ലാതെ ജനിക്കുന്നതിന് മുൻപ് തന്നെ വേർപിരിഞ്ഞ മകൻ വന്ന് ഞാൻ നിങ്ങളുടെ മകനാണ്, എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അയാൾ നിഷേധിക്കും. അല്ലേ, എൻ്റെ മകനൊന്നുമല്ല എന്ന് പറഞ്ഞ് അയാൾ നിഷേധിക്കും. ഒരു തെളിവുമില്ല. അങ്ങനെയുള്ളതുകൊണ്ട് നരേന്ദ്രന് നിങ്ങൾ എൻ്റെ അച്ഛനാണ് എന്ന് അവകാശപ്പെടാനോ അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിക്കാനോ മറ്റും സാധിക്കുന്നില്ല. നരേന്ദ്രൻ അയാളെ കണ്ടെത്തി എന്നുള്ള തിരിച്ചറിവിലും എന്നാൽ അച്ഛനാണ് എന്ന് അവകാശപ്പെടാൻ കഴിയാതെ പോകുന്ന നിസ്സഹായ അവസ്ഥയിലും അവിടെ നിന്ന് മടങ്ങി പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ കഥയുടെ ആശയം എന്ന് പറയുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തു വയ്ക്കാനുള്ളത്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ? നരേന്ദ്രൻ, നരേന്ദ്രന്റെ നേപ്പാളിയായ അമ്മ, മലയാളിയായ അച്ഛൻ. അച്ഛനും അമ്മയും എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതെന്നും വിവാഹിതരായതെന്നും നരേന്ദ്രൻ അറിയില്ല. എന്നാൽ അച്ഛൻ്റെ സ്വദേശം അറിയാം. അമ്മയുടെ മരണശേഷം അയാൾ കേരളത്തിലേക്ക് വരുന്നു.
അച്ഛനെ കണ്ടെത്തുന്നുണ്ട്, പക്ഷെ അച്ഛനാണ് എന്ന് അവകാശപ്പെടാനോ അച്ഛനോട് ചേരാനോ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ നരേന്ദ്രൻ അവിടെ നിന്ന് മടങ്ങിപ്പോരുന്നു. ഇത്രയുമാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ ഈ കഥ 1-2 ആവർത്തി നന്നായിട്ട് വായിക്കുക, അതോടൊപ്പം ഈ വിശകലനവും ആവർത്തിച്ച് കേൾക്കുക. ഇതിനെ തുടർന്ന് ഈ അധ്യായത്തിന്റെ പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകളാണ് വരുന്നത്. അവ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അവയെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രമിക്കണം. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.